എല്ലാവർക്കും കർത്താവേ യേശുക്രിസ്തുവിൻ എല്ലാവർക്കും കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂൺ മാസം 30 ഞങ്ങൾ പാമ്പാടി ചർച്ചിൽ വന്ന സഭായോഗം അറ്റൻഡ് ചെയ്ത സാക്ഷ്യങ്ങളിലൊക്കെ പറഞ്ഞതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. സ്തോത്രം. ദൈവം ഞങ്ങളെ സഹായിച്ചു, അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സമയം വളരെ ചുരുക്കമായതുകൊണ്ട് പെട്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം അടിയങ്ങൾക്ക് 4-5 ബുക്കുകൾ കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. യോഹന്നാന്റെ സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തിയും, മർക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ 3 ലേഖനങ്ങൾ, ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ യോഹന്നാന്റെ സുവിശേഷം, 2 തിമോത്തിയോസ്, തീത്തോസ് എന്നീ 3 ബുക്കുകളുടെ കൺസൾട്ടന്റ് ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുവല്ലോ. സ്തോത്രം. എല്ലാവർക്കും ചിലർക്കൊക്കെ ഞങ്ങളെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. എൻ്റെ പേര് വിൽസൺ എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് ഷാജിമോൾ. അതിന്റെ സ്വദേശം കട്ടപ്പനയാണ്. സ്തോത്രം. കോർട്ട എന്നാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഷയുടെ പേര്. കോർട്ട ഭാഷയിൽ ഞങ്ങൾ 5 വർഷമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. ജാർഖണ്ഡിന്റെ പ്രദേശത്ത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇതൊരു നക്സൽ ഏരിയയാണ്. ഇവിടെ നക്സൽസിന്റെ പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ ഇവിടെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ പ്രാർത്ഥനയാണ് അതിന്റെ പിന്നിൽ ശക്തിയായിട്ടുള്ളത്. സ്തോത്രം. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ബുക്കുകൾ യോഹന്നാന്റെ സുവിശേഷമൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലെ ഇപ്പൊ ഞങ്ങളുടെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ബുക്കിന്റെ ഓൺലൈൻ വഴി ചെക്കിങ് നടക്കുന്നതുകൊണ്ട് അതിൻ്റെതായ തടസ്സങ്ങളൊക്കെ ഉണ്ട്. വളരെ സ്പീഡിൽ നടക്കുന്നില്ല. എങ്കിലും ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ വർഷം ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ക്രിസ്തുമസിനോടനുബന്ധിച്ചും അല്ലാതെയും ഞങ്ങൾക്ക് ചില ജീസസ് ഫിലിം കാണിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില ഗ്രാമങ്ങളിൽ ഈ കോട്ട ഭാഷയുള്ള ജീസസ് ഫിലിം ഞങ്ങൾ പ്രദർശിപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലൊരു വില്ലേജിൽ ഞങ്ങൾ പോയി ഒരു പുതിയ പ്രവർത്തനം തുടങ്ങി. 5-6 പേര് അവിടെ കൂടി വരുന്നുണ്ട്. അവരൊക്കെ പുതുതായിട്ട് അവർ യേശുവിനെ പറ്റി കേട്ടതേ ഉള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് അത് തുടങ്ങി വരുന്നപ്പോഴാണ് ഈ കൊറോണ ഇങ്ങനെ വന്നത്. സ്തോത്രം. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. വലിയ അനുഗ്രഹങ്ങൾ ദൈവം ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. നിങ്ങൾക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. ഞങ്ങൾക്ക് ഇതുപോലൊരു ഒത്തിരി സ്ഥലത്ത് ജീസസ് ഫിലിം കാണിക്കാൻ ദൈവം സഹായിച്ചു. ദൈവം ഞങ്ങൾക്ക് ഒരു പ്രൊജക്ടർ നൽകി ജീസസ് ഫിലിം കാണിക്കേണ്ടതിന്. അതുപോലെ ഞങ്ങൾക്ക് വാഹനം ലഭിച്ചു. അതുപോലെ ഒരു പ്രിന്റർ ഞങ്ങൾക്ക് ലഭിച്ചു. സ്തോത്രം. വലിയ അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയായി തന്നു. സ്തോത്രം. പ്രാർത്ഥിച്ച് നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതികൂലങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. കഴിഞ്ഞ ചെക്കിങ് തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് എൻ്റെ വൈഫിന് വലിയ രോഗത്താൽ ഭാരപ്പെട്ടു. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഛർദി അവൾക്കുണ്ടായി, വയറുവേദന ഉണ്ടായി. ഡോക്ടർമാർ ആരും വന്ന് ചികിത്സിക്കത്തില്ല. പോകാനായിട്ട് ഹോസ്പിറ്റലുകളൊന്നും ഇല്ല. ഞങ്ങൾ ഭാരപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് കോവിഡ് ഇല്ല എന്ന് മനസ്സിലാക്കി ഒരാൾ വന്ന് ഞങ്ങൾക്ക് ഇഞ്ചക്ഷനിലൊന്ന് ട്രിപ്പ് ഇടുവാനൊക്കെ ഇടയായി തീർന്നു. പിന്നെ കേരളത്തില് ഞങ്ങൾ കോട്ടയത്ത് വിളിച്ച് ചില ഡോക്ടർമാരെ വിളിച്ച് അവര് പറഞ്ഞ മരുന്നുകളൊക്കെ മേടിച്ച് കഴിച്ചു. അങ്ങനെ ദൈവ ആവശ്യത്തിൽ വലിയ വിടുതൽ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. ഇവിടെ കോവിഡ് നല്ല രീതിയിൽ സ്പ്രെഡ് ആയിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. എങ്കിലും ഈ ഞങ്ങൾ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കൂടെ വരുന്ന സഹകരിക്കുന്ന സഹോദരന്മാര് 3 ഗ്രാമങ്ങളിൽ നിന്നാണ് വരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് വരുന്നത്. ഞങ്ങൾ ഇതുപോലെ ഈ മുറിയിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒത്തിരി റിസ്കുകളുണ്ട്. എന്നാലും സമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കണം. അതുകൊണ്ട് നാം ഉദ്ദേശിച്ച സമയത്ത് പൂർത്തിയാക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ മലേറിയ, ടൈഫോയിഡ് ഒക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സീസണാണ്. തണുപ്പ് തുടങ്ങി. ഈ സമയത്ത് കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളുണ്ട്. നിങ്ങൾ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സ്തോത്രം. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഞങ്ങളുടെ
ഭാഷാ സഹായികളെ ഓർത്ത് പ്രാർത്ഥിക്കണം. 2 പേര് ഞങ്ങൾക്ക് ലാംഗ്വേജ് ഹെൽപ്പേഴ്സ് ആയിട്ടുണ്ട്. അവരുടെ ആത്മീയ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരും ഈ ദിവസങ്ങൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല കഷ്ടതകളും അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതിലൊരു സഹോദരന്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. ഇവർ 2 പേരും വിശ്വാസത്തിൽ തനിച്ചാണ്. അപ്പൊ അവർ വിവാഹം നടക്കുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ അവരുടെ ഭവനത്തിലുള്ളവരെല്ലാം മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഇവിടുത്തെ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സഭകളുടെ അവസ്ഥകൾ ശോചനീയമാണ്. ദൈവദാസന്മാരും ദൈവജനം നല്ലപോലെ പഠിപ്പിക്കുന്നില്ല. അതുപോലെ ദൈവദാസന്മാരുടെ ഐക്യതയും സ്നേഹമൊന്നുമില്ല. ഒത്തിരി സഭകളൊക്കെ ഉണ്ട്. എല്ലാം നാമധേയമായിട്ട് ആരാധിക്കുന്ന രീതിയാണ്. ആ സ്ഥിതികൾ മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഇവിടെ ഉള്ള പകർച്ചവ്യാധികൾ മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മലേറിയ, ടൈഫോയിഡ് ഒക്കെ ഇവിടെ പതിവായിട്ടുണ്ട്. അത് മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെല്ലാം വളരെയധികം ഉണ്ട്. ഇതിന്റെ എല്ലാം മധ്യത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്ന. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന പുതിയ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആ ഗ്രാമത്തിലെ ആളുകളെ കണ്ടിട്ട് കുറെ നാളായി. ഫോണിലൂടെ ഒന്നും വിളിച്ചാൽ ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പം അത് പിന്നെയും അവരെല്ലാം ദൈവസന്നിധിയിലേക്ക് വരേണ്ടതിന്, അവരെല്ലാം ദൈവസന്നിധി ഉറക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാലാവസ്ഥയുടെ പ്രതികൂലത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ സംരക്ഷിക്കണം. ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചെക്കിങ് കഴിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ദൈവം നേരെയാക്കി തരേണ്ടതിന്, എല്ലാ കാര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് സഹായിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു വരുന്ന പോലെ തന്നെ തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപേക്ഷിച്ചുകൊണ്ട് ദിവദാസനോടും ദിവസഭയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട വിൽസൺ ബ്രദർ പറഞ്ഞതുപോലെ കഴിഞ്ഞ നാളുകളിൽ ദൈവം അവരെ അതിശയകരമായി നടത്തി. അതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എനിക്കറിയാം. IPC ബദേൽ പാമ്പാടി ചർച്ച് വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഈ മിഷണറി കുടുംബത്തെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൾ തരുന്ന ആ സഭയ്ക്ക്, നിങ്ങളുടെ സഭയ്ക്ക് ദൈവം അനുഗ്രഹങ്ങളും നന്മകളും തരട്ടെ. പ്രിയപ്പെട്ട ബിൽസുമ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ട ഷാജി മോൾക്ക് ശാരീരികമായ ഒത്തിരി ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നു. 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ബെറിൽ 2 കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ അവർക്ക് ദാനമായി കൊടുത്തു. എനിക്കറിയാം, ഞാൻ 2008 ഞാൻ രാജസ്ഥാനില് ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയിൽ ഞങ്ങൾ പോയപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങള്. വളരെ ബുദ്ധിമുട്ട് ഒക്കെ അറിയാം. കുഞ്ഞുങ്ങളെ കൊണ്ട് ഗ്രാമങ്ങൾ താമസിക്കുകയും അവിടെ ലാംഗ്വേജ് ലേണിങ്ങും അവിടെയുള്ള ആളുകളുമായി ഒക്കെ കാണുകയും ഒത്തിരി പ്രയാസങ്ങൾ ജീവിതത്തിൽ വരും. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും ഒരുമിച്ച് അവരെ അവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 7 പുസ്തകങ്ങള്, പുതിയ നിയമത്തിലെ 7 പുസ്തകങ്ങൾ അവർക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ട്രാൻസ്ലേഷനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് ഈ പരിഭാഷ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ ഇതിനുള്ള ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ തയ്യാറാക്കും. അതിനുശേഷം നമ്മുടെ ടീം ഒരു ചെക്കിംഗ് ഉണ്ട്. അതിനുശേഷം വില്ലേജ് ചെക്കിംഗ് ഉണ്ട്. ഇത് നമ്മൾ ചെയ്തത് അവരെ വായിച്ച് കേൾപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു പോർഷൻ കേൾപ്പിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക, അങ്ങനെ പല രീതിയിലുള്ള ചെക്കിങ്ങും കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് ഫൈനൽ ചെയ്ത് അതിന്റെ ബാക്ക് ട്രാൻസ്ലേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ വിൽസൺ ബ്രദർ ചെയ്തത് കൊർത്തായിലുള്ള ലാംഗ്വേജ് നമ്മൾക്ക് കൺസൾട്ടന്റ് അയച്ചു കൊടുക്കണം. ഈ ലാംഗ്വേജ് മറ്റൊരു കൺസൾട്ടന്റ് അറിയത്തില്ല. അപ്പോൾ ഒന്നിയിൽ ഫോറിൻ കൺസൾട്ടൻസ് ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിൽ ബാക്ക് ട്രാൻസ്ലേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഹിന്ദിയിൽ ബാക്ക് ട്രാൻസ്ലേഷൻ കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് നമ്മൾ ചെയ്തതുപോലെ ഈ കൊർത്തായിൽ അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും ബാക്ക് ട്രാൻസ്ലേഷൻ കൊടുത്ത് അങ്ങനെ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും ചെയ്ത് കൺസൾട്ടന്റ് ഓരോ വാക്യങ്ങളും നോക്കി അത് വിശകലനം ചെയ്ത് ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് ചോദിച്ച് അത് ഫൈനൽ ചെയ്ത് അവരുടെ സജഷൻസ് എല്ലാം ആ കൺസൾട്ടന്റ് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഒത്തിരി പേഷ്യൻസ് വേണം, ഒത്തിരി ഒരു ക്ഷമ വേണം ഈ വർക്കുമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഓരോ നിമിഷങ്ങളും വെല്ലുവിളികൾ നിറഞ്ഞ മേഖലയാണ്. നമുക്ക് ചിലപ്പോൾ മറ്റുള്ള മിനിസ്ട്രി ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥനാ സഹാരികളുണ്ട്. എങ്കിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പിടിച്ചു നിൽക്കുവാൻ, അവരെ ശക്തീകരിക്കുവാൻ, പ്രത്യേകിച്ച് ഈ കുടുംബത്തെ
ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്ത എന്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദർ തോമസ് ജോർജ് കുടുംബം, ഞാൻ ഓർത്ത് അവരൊക്കെ ഇന്ന് കാണുമായിരിക്കും എന്ന ബഹറില് ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് മുഖങ്ങൾ അറിയാം. വർഗീസ് സാറിനെ എനിക്ക് പരിചയമുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ ചർച്ച വന്നപ്പോൾ എനിക്ക് ഫിന്നി അങ്കിളിനെ അറിയാം, ജോണി ബ്രദറ് നേരത്തെയുള്ള സെക്രട്ടറി, അവരെയൊക്കെ അറിയാം. ഇന്ന് രാത്രി ചെറിയ കൂട്ടമാണെങ്കിലും നിങ്ങളോട് ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ IPC ബദൽ പാമ്പാടി ചർച്ച് ഇങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കി തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മളെല്ലാം അതിശയകരമായി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി ഞാൻ ഇന്ന് രാത്രികാലം സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പഴയതുപോലെ നമ്മൾ ഈ 2020 തുടക്കം വളരെ കണക്കുകൂട്ടലിൽ കൂടി നമ്മൾ ഓരോരുത്തരും തുടങ്ങി അല്ലെ. പക്ഷെങ്കിൽ ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് മാസമായപ്പോൾ നമ്മുടെ കണക്കുകൂട്ടലിലൊക്കെ തെറ്റിക്കൊണ്ട് എന്താണ് ഈ പകർച്ചവ്യാധി COVID-19 ലോകമെമ്പാടും പിടിപെടുവാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളുടെ ചിന്തകൾക്കപ്പുറമായി കൈവിട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടായി അല്ലെ. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിലും മറ്റുള്ള രാജ്യങ്ങളിലും നമ്മുടെ സംസ്ഥാനമായ നമ്മുടെ കേരളത്തിലും അതുപോലെ ബ്രദർ വർക്ക് ചെയ്യുന്ന ജാർഖണ്ഡ്, അങ്ങനെ ഒത്തിരി സംസ്ഥാനങ്ങളിലും ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾക്ക് വിശ്വസിക്കുവാൻ കഴിയും, ഒരു ദൈവത്തിനെ വിശ്വസിക്കുവാൻ കഴിയും, പ്രത്യാശ വെക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഏത് പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ നമ്മൾക്ക് അനുകൂലമായി നമ്മളുടെ അടുത്തിരുന്ന് നമ്മളോട് ആശ്വാസം തരുന്ന ഒരു നല്ല ദൈവം നമ്മൾക്കുള്ളതിനാൽ ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾക്കറിയാം ശദ്രക് മേശക് അബേദ്നെഗോ ആ എബ്രായ ബാലന്മാരെ എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ടപ്പോൾ ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ അവസ്ഥയിലേക്ക് അവർ വീണപ്പോൾ അവർക്കൊന്നറിയാമായിരുന്നു, ഞങ്ങൾ വിളിക്കുന്ന വലിയവനായ യഹോവ ഞങ്ങൾക്ക് ഒരു കരുതൽ ഉണ്ടാകും. ഹല്ലേലൂയ. എരിയുന്ന തീച്ചൂളയിലും നാലാമനായി ഹല്ലേലൂയ ആ വലിയവനായ കർത്താവിന്റെ കരം അവരെ താങ്ങി ആ തീച്ചൂളയിൽ നിന്ന് അവരെ വിടുവിച്ചതുപോലെ, അല്ലെങ്കിൽ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദാനിയേല് എറിയപ്പെട്ടപ്പോൾ സിംഹത്തിന്റെ വായടച്ച് ഭക്തനായ ദാനിയേലിനെ ദൈവം പരിപാലിച്ചതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ, നമ്മുടെ പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട, നമ്മുടെ പ്രശ്നങ്ങളെ കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. കർത്താവ് നമ്മുടെ അരികത്തുണ്ട്. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ, ആ ഒരു ഉറപ്പ് നമുക്ക് ദൈവം തന്നിരിക്കുന്നതിനാൽ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ പിറുപിറുക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നുണ്ട്, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നുണ്ട്, ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരം എന്റെ ചുവടുകൾ വെക്കുന്നുണ്ട്, എങ്കിലും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അടിക്കടി വരുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം അനുവദിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുവാൻ ഓരോരുത്തരും സഹായിക്കണം. എന്റെ ജീവിതത്തിലെ എന്റെ സാക്ഷ്യം പറഞ്ഞാൽ ഈ 2020 ഒത്തിരി പ്രശ്നങ്ങൾ കൂടി ഞാൻ കടന്നുപോയി. ഞാൻ തുടർന്ന് വരുന്ന സമയത്ത് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും വലിയവനായ കർത്താവ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ കുടുംബത്തെയും ശക്തമായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തില് പ്രിയപ്പെട്ട ദൈവ ഭക്തന്മാരെ, നമ്മൾ അതുകൊണ്ട് ഈ സിറ്റുവേഷൻസ് കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. കർത്താവിന് എല്ലാത്തിനും ഒരു കരമുണ്ട്. നമ്മൾക്കറിയാം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഗ്രേറ്റ് കമ്മീഷൻ. ഹല്ലേലൂയ. ഒരു വലിയ ദൗത്യം തന്റെ ശിഷ്യന്മാരോട് 2000 വർഷങ്ങൾക്ക് മുമ്പ് വലിയവനായ കർത്താവ് അരുളി ചെയ്ത വചനം ഇതാണ്: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ അതേ ശബ്ദം ഇന്ന് രാത്രി നമ്മളുടെ കാതുകളിലും ഒന്ന് മുഴങ്ങട്ടെ. നമ്മൾക്ക് കർത്താവ് ഹല്ലേലൂയ സകലത്തിനും അധികാരമുള്ള ഒരു ദൈവം. ഹല്ലേലൂയ. He has given an assurance to each of us. അവൻ നമുക്ക് ഒരു ഉറപ്പ് തന്നിരിക്കുന്നു. ആർക്ക് ഈ ഉറപ്പ് തരുവാൻ കഴിയും? ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, എന്റെ മകനെ മകളെ, നീ ഭാരപ്പെടേണ്ട, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ഹല്ലേലൂയ നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ഉറപ്പ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ഏതെങ്കിലും ഭാരത്തോടോ വിഷമത്തോടോ ദൈവമേ എന്റെ മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവിന്റെ ശബ്ദം ഇന്ന് രാത്രി നമ്മുടെ കാതുകളിൽ ഒന്നുകൂടെ ഒന്ന് കേൾക്കുവാന് ദൈവമേ അങ്ങ് എനിക്ക് തന്ന ഉറപ്പിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സകലത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഹല്ലേലൂയ ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ എതിരായി വരും, ഗവൺമെന്റ് തീരുമാനങ്ങൾ നമുക്ക് എതിരായി വരും. എങ്കിലും ഇന്ന് രാത്രി ഒരു ദൈവത്തിനെ ആശ്വസിക്കുവാനുള്ളത്, ഹല്ലേലൂയ ആശ്രയിക്കുവാനുള്ളത്, ശക്തിയോട് പറയുവാനുള്ളത്, എന്നെ വിളിച്ചവൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് ആരാണ്? ഹല്ലേലൂയ തന്റെ പുത്രനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് തന്നെ വിളിച്ചിരിക്കുന്ന ദൈവം ആരാണ്? വിശ്വസ്തൻ. ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെയും പലപ്പോഴും അവിശ്വസ്തരായി മാറുമ്പോഴും നമ്മളൊക്കെയും കർത്താവിനോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും നമ്മളെ ഹല്ലേലൂയ അവിശ്വസ്തയുടെ മധ്യത്തിലും ഹല്ലേലൂയ വിശ്വസ്തനായി കൂടെ ഇരുന്ന് നമ്മളെ താങ്ങി നടത്തുന്ന ഒരു കർത്താവ്. ഒരു ഇടയൻ തന്റെ ഹല്ലേലൂയ ആടിനെ എങ്ങനെ താങ്ങി നടത്തുന്നത് പോലെ, തന്റെ ആട്ടിൻ കൂട്ടങ്ങളെ പോറ്റി നടത്തുന്നത് പോലെ, ഹല്ലേലൂയ തെറ്റി ഉടകുന്ന ആടുകളെ ഹല്ലേലൂയ തിരികെ വരുത്തുന്നത് പോലെ നമ്മളെ പ്രയാസ ഘട്ടങ്ങളില് നമ്മളെ തോളിലേറ്റ് നടത്തുന്ന ഒരു കർത്താവ്, ഒരു നല്ല അപ്പച്ചൻ ഇന്ന് രാത്രികാലം നമ്മളോടുണ്ട്. ഹല്ലേലൂയ. അതേ അപ്പച്ചന്റെ ശബ്ദം, ആ അരുമ
ദൈവനാഥന്റെ ശബ്ദം ഇന്ന് രാത്രികാലം നമ്മൾക്ക് കേൾക്കാം. ആ കർത്താവ് നമ്മൾക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ കുലുങ്ങണ്ട, നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ കണ്ട് ഭാരപ്പെടേണ്ട. നിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൂടി ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കാതെ ദൈവത്തിൽ കൂടി നിന്റെ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും കാണുമ്പോൾ ദൈവം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, എന്റെ കർത്താവ് എന്റെ അരികത്തുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്? നമ്മുടെ പ്രതികൂലങ്ങൾ കൂടിയും പ്രശ്നങ്ങൾ കൂടിയും നമ്മൾ ദൈവത്തെ കാണുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്റെ ദൈവം വളരെ അകലെയാണ്, ആ ദൈവം എന്റെ കണ്ണുനീര് കാണുന്നില്ല, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിലെ വിശ്വാസത്തോടു കൂടി ദൈവത്തിൽ കൂടി നമ്മുടെ പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും കാണുവാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും, എന്റെ കർത്താവ് എന്റെ അരികത്തുണ്ട്. ഹല്ലേലൂയ. അവൻ എന്റെ പ്രയാസങ്ങൾ അറിയുന്ന കർത്താവ്, എന്റെ വേദന അറിയുന്ന കർത്താവ്. എന്റെ ഉള്ള നീറുമ്പോൾ ഞാൻ നിരാശയുടെ വക്കിലേക്ക് എന്നെ ഹല്ലേലൂയ ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളിൽ എന്നെ കരം പിടിച്ച് ആ വലക്കരത്തിൽ എന്നെ താങ്ങുന്ന കർത്താവിനെ തോളിലേറ്റ് നടത്തുന്ന ഒരു നല്ല അപ്പച്ചൻ ഇന്ന് രാത്രി നമ്മളോട് പറയുന്നു, മകനെ മകളെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആർക്ക് ഈ ഉറപ്പ് പറയാൻ കഴിയും? ഹല്ലേലൂയ. നമ്മുടെ ഉറ്റവർക്ക് ഇത് പറയുവാൻ കഴിയത്തില്ല, നമ്മുടെ സ്നേഹിതർക്ക് പറയുവാൻ കഴിയത്തില്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന സംഘടനകളിലെ ലീഡേഴ്സിന് ഇത് പറയുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യാഗമായി തീർന്ന അരുമനാഥൻ. ഹല്ലേലൂയ. യേശു അപ്പച്ചൻ പറയുന്ന വാക്കുകൾ ഇന്ന് രാത്രികാലം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ ദൈവമേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പാൻഡമിക് സിറ്റുവേഷൻസ് കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട, ഈ പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. അതിന്റെ മധ്യത്തിലും ഇന്ന് രാത്രി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ശക്തനായ കരം നമ്മളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവേ എന്തു വന്നാലും ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ അങ്ങനെ സഹായിക്കണമേ കർത്താവേ. ഞാൻ കർത്താവേ മതി എന്ന് പറയുവാൻ ഒരിക്കലും അങ്ങ് അനുവദിക്കരുത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ഉപദേശിച്ചുകൊണ്ട് അവരെ സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്. ഇന്ന് രാത്രി ഒരു ദൈവവേദന ദൈവം കർത്താവ് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ സകലത്തിനും അധികാരമുള്ള കർത്താവ്. നമ്മൾ ചെയ്യേണ്ട ദൗത്യം എന്താണ്? ഹല്ലേലൂയ. നമ്മൾ എനിക്ക് തരുന്ന ആയുസ്, എനിക്ക് തരുന്ന ആരോഗ്യം, എനിക്ക് തരുന്ന നന്മ കർത്താവേ ഹല്ലേലൂയ കർത്താവിനെ അറിയാത്ത അനേകായിരങ്ങൾ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്, അവർക്ക് വേണ്ടി ചെലവിടുവാന് ഹല്ലേലൂയ അവരുടെ മധ്യത്തിൽ എന്നെ കർത്താവ് വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി പ്രവർത്തിക്കുവാന് അങ്ങനെ സൗഖ്യം സഹായിക്കണമേ, അങ്ങയുടെ ദൗത്യം ഏറ്റെടുക്കുവാൻ അങ്ങനെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മളെയൊക്കെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസയോട് ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ അഭിഷേക്തൻ ഹല്ലേലൂയ വർക്കി പാസ്റ്ററിനെ ഇപ്പോൾ IPC ബഥേൽ ചർച്ച് പാമ്പാടിയിൽ ശുശ്രൂഷിക്കുവാന് ആ ഇടയനായി ഹല്ലേലൂയ പരിപാലന ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് അഭിഷേകത്തോടെ അവിടെ അയച്ചു. കർത്താവിന്റെ വിശ്വസത അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളെയൊക്കെ പല മേഖലകളിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ അങ്ങ് എനിക്ക് തരുന്ന ആയുസ്സും ആരോഗ്യം. എത്രയോ നിരപരാധികൾ ഈ കൊറോണ വൈറസ് മുഖാന്തരം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മൾ നോക്കിയ എത്ര പേരെ കഷ്ടതയിൽ കൂടി പ്രയാസങ്ങൾ കൂടി ഇപ്പോഴും കടന്നു പോകുന്നു. അതിന്റെ മധ്യത്തിലൊക്കെ എനിക്ക് തന്ന ആയുസ്സിനായി, എനിക്ക് തരുന്ന ഹല്ലേലൂയ നന്മകൾക്കായി എന്നെയും എന്റെ തലമുറകളെ അങ്ങ് വിടുവിക്കുന്നു. എനിക്കൊന്നും പുകഴുവാനില്ല അപ്പച്ചാ. ഹല്ലേലൂയ. ഞാൻ നിന്നതല്ല, ഞാൻ അങ്ങനെ നിർത്തിയതാണ്. ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? കർത്താവേ അങ്ങയുടെ എന്റെ കഴിവോ എന്റെ മിടുക്കുകളോ എന്റെ ഇന്റലക്ച്വൽ പവേഴ്സ് ഒന്നും അല്ല കർത്താവേ, അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് താണിരിക്കാം. നമ്മളുടെ ഹല്ലേലൂയ ഒന്നും നമുക്ക് ബോസ്റ്റ് ചെയ്യാനില്ല, ഒന്നും നമുക്ക് അഹങ്കരിക്കുവാനില്ല. കർത്താവേ അങ്ങ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. എന്റെ കുടുംബത്തെ പോറ്റി, എന്റെ തലമുറകളെ പോറ്റി, എന്റെ ഹല്ലേലൂയ സഭയെ അങ്ങ് പോറ്റി, എനിക്ക് ഹല്ലേലൂയ ഓരോ ചുവടുകളും എന്നെ നയിക്കുവാൻ അങ്ങ് നല്ല ആലോചന തന്ന് ഹല്ലേലൂയ അങ്ങയുടെ വിശ്വസ്തനായി അങ്ങനോട് കൂടെ ഇരിക്കുന്നതിനാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ആർക്ക് ഇത് പറയുവാൻ കഴിയും? He has given an assurance. നമുക്കൊരു ഉറപ്പ് അദ്ദേഹം ആ കർത്താവ് തന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. He has commissioned each of us. ഹല്ലേലൂയ. നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ഭാരപ്പെടേണ്ട. ഒരു പക്ഷേ ജാർഖണ്ഡിലേക്ക് പോയി പ്രവർത്തിക്കുവാൻ ചിലപ്പോൾ ദൈവമക്കൾക്ക് നിങ്ങൾക്ക് സാധിച്ചില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഹല്ലേലൂയ ഒരു കാര്യം ചെയ്യാമെന്ന് അറിയാം, നമ്മളായിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രി ഞാൻ ആ ദൗത്യം ഒന്നുകൂടെ ഒന്ന് ഉണർത്തുവാണ്. ഹല്ലേലൂയ. ദൈവമേ എനിക്ക് തരുന്ന ആയുസ്, എനിക്ക് തരുന്ന സമയങ്ങളൊക്കെ ഞാൻ കർത്താവേ ഹല്ലേലൂയ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്, ഒരു പക്ഷേ അങ്ങനെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ ഞാൻ അവിടെ പോയി ഹല്ലേലൂയ അവരെ കാണുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ വരുന്ന ആളുകളിൽ എന്നെ സഹായിക്കണമേ. അതിനുപരിയായി He has given a promise. ഹല്ലേലൂയ ഒരു വാഗ്ദത്തം
വാഗ്ദത്തം ആ കർത്താവ് നമുക്ക് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് മകനെ മകളെ നീ ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. നീറുന്ന വേളയിൽ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ അരുമനാഥൻ എന്നോട് കൂടെയുണ്ട്. എനിക്ക് തന്ന ഉറപ്പ് ഹല്ലേലൂയ അങ്ങയുടെ ഉറപ്പ് എനിക്കുണ്ട്. അങ്ങനെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അതിനുപരിയായി കർത്താവേ എല്ലാ നാളും എപ്പോഴും എന്നോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ എന്റെ അരികത്തിരുന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ്, എന്റെ കരച്ചിന്റെ മധ്യത്തിൽ എന്റെ കരച്ചിൽ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കർത്താവ്, എന്റെ വേദനയുടെ മധ്യത്തിൽ എന്റെ വേദനകളെ മാറ്റുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഏത് അവസ്ഥയിലും എന്നെ കരം പിടിച്ച് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്ന് ഇന്ന് രാത്രികാലം നമുക്ക് പറയുവാൻ കഴിയണം. വേദപുസ്തകത്തിലെ 2 ഭക്തന്മാരെ പെട്ടെന്ന് നമുക്കറിയാവുന്ന വിശുദ്ധന്മാരാണ് 2 പേരെ ഞാനൊന്ന് പരിചയപ്പെടുത്തി പെട്ടെന്ന് എന്റെ വാക്കുകൾ നിർത്തി ഞങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ചും പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം അഭിഷേകത്തോടുകൂടി ഹല്ലേലൂയ ഗിലെയാദിലെ തിസ്പയിൽ നിന്നുള്ള തിസ്പനായ ഏലിയാവ് ഒരിക്കൽ ഇസ്രായേൽ രാജാവായ ആഹാബിനോട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ശക്തമായ ദൈവത്തിന്റെ ദൂത് ആഹാബിനോട് പറയുകയാണ്. ഹല്ലേലൂയ. അതൊക്കെ കഴിഞ്ഞിട്ട് ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ ചെയ്തതൊക്കെ വളരെ നല്ലതാണ്, പക്ഷെങ്കിൽ ഹല്ലേലൂയ നീ എന്ത് ചെയ്യണം, നീ കെരീത്ത് തോട്ടിലേക്ക് പോയി നിന്നെ കുറച്ചു നാൾ അവിടെ ഇരിക്കണം, ഒളിച്ചിരിക്കണം. കെരീത്ത് തോട്ടിൽ ആ ഭക്തൻ പോയപ്പോൾ അവിടെ എന്താണ് ഹല്ലേലൂയ അവിടെ കർത്താവ് ആ വലിയവനായ ദൈവം എങ്ങനെയാണ് കാക്കയാല് രാവിലെയും വൈകുന്നേരവും എല്ലാ കാര്യങ്ങളും സമൃദ്ധമായി ആ അഭിഷക്തനെ ഹല്ലേലൂയ പോഷിപ്പിച്ചു. അവിടെ പ്രയാസം വന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ സാരഭത്തിലോട്ട് പോവാ, വിധവയുടെ അടുത്തോട്ട് പോ. അവിടെയും ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവദാസൽ കൂടി ചെയ്തെടുക്കുവാൻ ദൈവത്തിന് സാധിച്ചു. ഹല്ലേലൂയ. അതിനപ്പുറമായി നമ്മൾ നോക്കുമ്പോൾ കർമ്മേൽ പർവ്വതത്തിൽ ഹല്ലേലൂയ ബാലിന്റെയും അശേരയുടെയും ഹല്ലേലൂയ 850 പ്രവാചകന്മാരുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കർമ്മേൽ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ദൂത് അവരോട് പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകത്തിൻ്റെതായ പ്രവൃത്തി ആ ദൈവദാസൽ കൂടി അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇത്ര വലിയ ഭയങ്കര ശുശ്രൂഷ ചെയ്തിട്ട് ഹല്ലേലൂയ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഹല്ലേലൂയ എന്താണ് ആ മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്, ഇസബേലിന്റെ വാക്ക് കേട്ട് ഹല്ലേലൂയ എല്ലാം ഇത്രയും അഭിഷേകത്തോടുകൂടി ദൂതുകൾ പറഞ്ഞ് ദൈവ ശുശ്രൂഷ ചെയ്ത് ദൈവപ്രവൃത്തി അവിടെ ചെയ്തെടുത്ത് ഹല്ലേലൂയ തന്റെ ശത്രുക്കളെ ഹല്ലേലൂയ അവരുടെ ആ അന്ത്യം കണ്ട് ഒക്കെ ആ ഏലിയാവിന് എന്ത് പറ്റി, ആ ഭക്തൻ എന്ത് പറ്റി, ഹല്ലേലൂയ ആ ഇസബേലിന്റെ ഒരു ഹല്ലേലൂയ ഒരു എന്താണ് ഈ ലോകത്തിലെ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഹല്ലേലൂയ പതറിപ്പോകുന്ന അവസ്ഥ. ഹല്ലേലൂയ. എന്താണ് ചെയ്യുന്നത്? ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നുകൊണ്ട് ആ ഏലിയാവ് പറഞ്ഞു, മതി യഹോവേ മതി, എന്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ ഹല്ലേലൂയ മഹത്വപ്പെടുത്തി, എങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെടുന്ന വേളയുണ്ടോ? ഹല്ലേലൂയ കർത്താവേ എനിക്ക് ഇനി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എനിക്ക് മതി കർത്താവേ. ഹല്ലേലൂയ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അടിക്കടി പ്രശ്നങ്ങൾ വരുന്നു, നിരാശയുടെ അനുഭവത്തിൽ കൂടി ഞാൻ കടന്നു പോകുന്നു, ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ അനുഭവത്തിലേക്ക് എനിക്ക് വരുവാൻ കഴിയുന്നില്ലെന്ന് ഭാരപ്പെടുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ദൈവം നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, അഭിഷേകത്തിന്റെ ദൂത് പറഞ്ഞ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്ത ഏലിയാവ് ഹല്ലേലൂയ ഒരു സെക്കൻഡിൽ ഒന്ന് പതറിപ്പോയി, എങ്കിലും ദൂതൻ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, നീ മുന്നോട്ട് പോകുവാൻ പറഞ്ഞു. ശക്തമായി മുന്നോട്ട് പോയപ്പോൾ 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ അവനോട് അരുളിച്ചെയ്തെന്നാൽ നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക, നീ എത്തുമ്പോൾ അസായേലിനെ അരാമിന് രാജാവായിട്ട് ഒരു അഭിഷേകം ചെയ്യുക. ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഏലിയാവിനെ ഹല്ലേലൂയ എന്താണ് ചൂരച്ചെടിയുടെ തണലിൽ നിന്നും ഹല്ലേലൂയ ദൈവം അവനെ തട്ടി ഉണർത്തിക്കൊണ്ട് ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഒരുക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അതിനുശേഷം ആബേൽ മെഹേലിയിൽ നിന്നുള്ള സാഫത്തിന്റെ മകനായ ഏലിശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനെ മതി കർത്താവേ, എനിക്കൊരു ചുവടും മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിൽ കൂടി ഞാൻ പറയുന്നു, ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ, ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനെ ഒരു പുത്തൻ അനുഭവത്തിലേക്ക്, ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നിന്നെ നടത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെടേണ്ട മകനെ മകളെ, ഹല്ലേലൂയ ഞാൻ എന്റെ ഭാരങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഹല്ലേലൂയ എനിക്ക് പ്രയാസമുള്ള കാര്യം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുമ്പോൾ അതിനെ അതിശയകരമായി എടുത്തുപയോഗിക്കുവാൻ അങ്ങ് ശക്തനായ കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏലിയാവിനെ പോലെ നമ്മൾ ചിലപ്പോൾ നമ്മൾ പതറിപ്പോകും. നമ്മളൊക്കെ മനുഷ്യരാണ്. ഹല്ലേലൂയ. നമുക്ക് ഒന്നും എന്താണ് അത്രത്തോളം അങ്ങ് എത്ര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും ചില നിമിഷങ്ങൾ നമ്മൾ പതറിപ്പോകും ദൈവമക്കളെ. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, അവിടെയും കർത്താവ് നമ്മൾക്ക് വേണ്ടി പുതിയ വഴികൾ ഒരുക്കുവാൻ ശക്തനാണ്. അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഹല്ലേലൂയ ചെയ്തെടുക്കുവാൻ, അല്ലെങ്കിൽ പുതിയ തലങ്ങളിലേക്ക് നമ്മളെ നടത്തുവാൻ ദൈവം ശക്തനാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങളെ സാമ്പത്തികമായ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ടോ, നിങ്ങളുടെ തലമുറയോർത്ത് ഭാരപ്പെടുന്നുണ്ടോ, ദൈവമേ എനിക്ക്
മുന്നോട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ട്. എന്ത് വന്നാലും ഇന്ന് രാത്രി ദൈവം നമ്മളോട് പറയുന്നു, മകനെ മകളെ, നിന്റെ ഭാരത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ നിന്നേക്കാൾ ഉപരിയായി നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ് ഞാൻ. ഹല്ലേലൂയ. നമ്മളെക്കാൾ ഉപരിയായി നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലുള്ള ദൈവം നമ്മളോട് പറഞ്ഞു, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മൾക്കറിയാം, പുതിയ നിയമത്തിൽ നമുക്കറിയാം വലിയ ഏറ്റവും ഹല്ലേലൂയ കർത്താവിന്റെ വലിയൊരു ശുശ്രൂഷകനായി അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, നമ്മൾക്കറിയാം യേശുവിന്റെ അനുയായികളെ കൊന്നൊടുക്കിക്കൊണ്ട് യെരുശലേമിൽ നിന്നും ദമസ്കോസിലേക്ക് യാത്ര ചെയ്തു. ഹല്ലേലൂയ. അവിടെ വെച്ച് ഉയർത്തെഴുന്നേറ്റപ്പനായ യേശുവിന്റെ ശബ്ദം യഥാർത്ഥമായി കേൾക്കുവാനും ദൈവകൃപയിലേക്ക് വരുവാനും പൗലോസിനെ സഹായിച്ചു. തിക്തമായ അനുഭവങ്ങൾ, വേദനകൾ, അതിന്റെ ഒക്കെ മധ്യത്തിൽ പൗലോസ് പതറിപ്പോയില്ല. യെരുശലേമിന്റെ തടവറയിൽ കിടന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം അവനോട് പറഞ്ഞു, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും നീ എന്റെ സാക്ഷിയാകുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട്, കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ആ പൗലോസ്, ഹല്ലേലൂയ, അങ്ങനെയുള്ള വഴിക്ക് ആ യാത്രയ്ക്ക് വേണ്ടി അവൻ ചുവടുകൾ വെക്കുകയാണ്. 275 ആളുകളുമായി കപ്പൽ യാത്ര തുടർന്നപ്പോൾ പൗലോസിന്റെയും തന്റെ യാത്ര കൂടെയുള്ള അനുയായികൾക്കും തുടക്കം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ കാറ്റുകൾ അടിച്ചു, കോളുകൾ അടിച്ചു, പ്രതികൂലങ്ങൾ അടിച്ചു. ഈ ശാനമൂലം തെക്കൻ കാറ്റുകൾ പ്രതികൂലത്തിനായ അവസ്ഥയിൽ കൂടി കടന്നുപോയപ്പോൾ 27 അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായം 10 വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമ്മളുടെ പ്രാണൻ പോകുന്നു, നമ്മൾ മരിച്ചു പോകുമെന്ന് അഭിഷേകത്തോടു കൂടി ഓരോ ശുശ്രൂഷ ചെയ്ത പൗലോസ് അവിടെ പറഞ്ഞു, നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടു, നമ്മൾ മരിച്ചു പോകുമെന്ന് പൗലോസ് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു സെക്കൻഡില് ഹല്ലേലൂയ വിശ്വാസം അല്പം ഒന്ന് ചോർന്നു പോയതാണോ, എന്തോ പറ്റിയതാണെന്ന് അറിയത്തില്ല. ആ ഭക്തനുണ്ടായ അനുഭവം നമുക്കറിയാം. പക്ഷെങ്കിൽ കപ്പലിന്റെ അവർ ഉപവാസം പ്രഖ്യാപിച്ചതിന് ശേഷം എന്തുവാണ് മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ച് അടഞ്ഞ അധ്യായമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ടിരുന്ന വേളയിൽ ആ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന പൗലോസിനെ തട്ടി ഉണർത്തിക്കൊണ്ട് പറയാ, ദൈവത്തിന്റെ ശബ്ദം അവിടെ കേൾപ്പിച്ചപ്പോൾ വീണ്ടും പൗലോസിനെ ഹല്ലേലൂയ ബലം പകർന്നു. മെലിത്തായിലേക്ക് കടന്നു ചെന്ന് മെലിത്തായില് ഒരു വലിയ ഉണർവിന്റെ ശുശ്രൂഷ, ഒരു വലിയ ശുശ്രൂഷ അവിടെ ചെയ്തെടുക്കാനും റോമിലും ഹല്ലേലൂയ പോയി കർത്താവിനെ മഹത്വപ്പെടുത്തുവാന് വലിയവനായ ദൈവം അവനെ സഹായിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ അവിടെ ഹല്ലേലൂയ ഈ ഏലിയാവിന്റെ അനുഭവത്തിലും പൗലോസിന്റെ അനുഭവത്തിലും നമ്മൾ നോക്കുമ്പോൾ അഭിഷേകത്തിന്റെ 2 ദാസന്മാരായിരുന്നു, ഭക്തന്മാരായിരുന്നു. ഹല്ലേലൂയ. ഒരു കുറവും പറയുവാനില്ലായിരുന്നു. പക്ഷെങ്കിൽ ഹല്ലേലൂയ ചെറിയ ഒരു നിമിഷം അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ദൈവമേ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല, എന്റെ പ്രാണൻ എന്താണ് ഞങ്ങൾ മരിച്ചു പോകുമെന്ന ഒരു ചിന്ത വന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തില് എന്ത് സിറ്റുവേഷൻസ് നെഗറ്റീവ് ആണെങ്കിലും ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞാൻ എന്റെ കണ്ണപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് പറയുവാൻ ഒരു ദൈവത്തിന്റെ കഴിയണം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അവനാണ് നമ്മുടെ പരിപാലകന, അവനാണ് നമ്മുടെ ഇടയന. ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകുകയില്ല. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ പ്രാണനിൽ ഹല്ലേലൂയ നമ്മുടെ മനസ്സ് പതറി ഹല്ലേലൂയ പലതായ ഹല്ലേലൂയ നെഗറ്റീവായ അനുഭവങ്ങളെ ശത്രുവായ നമ്മുടെ ബുദ്ധിമുട്ടത് കൊണ്ടുവരുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നമ്മുടെ പ്രാണന് ഹല്ലേലൂയ തണുപ്പിക്കുന്ന കൂരിലെ താഴ്വരയിൽ കൂടി ഒരു ഭക്തൻ നടന്നാലും അതിന്റെ നടുവിൽ ഒരു അനർത്ഥവും സംഭവിക്കാൻ അനുവദിക്കാത്ത, നമ്മളോട് കൂടെ ഇരിക്കുന്ന, നമ്മളെ തോളിലേറ്റ് നടത്തുന്ന ഒരു നല്ല ഇടയന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൽ പറയുവാൻ കഴിയും, എന്റെ ഇടയൻ നല്ല ഇടയനാണ്. ഹല്ലേലൂയ. അവൻ എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളെ കണ്ട് ഭാരപ്പെടരുത്, പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ പതറരുത്, പിറുപിറുക്കണ്ട. ഇന്ന് രാത്രികാലം നമ്മളെ വിളിച്ച ദൈവം ആരാണ്? വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിശ്വസ്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, കർത്താവേ, ഞാൻ മുന്നോട്ടുള്ള ചൂടുകള് അങ്ങയിൽ മാത്രം ആശ്രയിക്കുവാന്, അങ്ങയുടെ കരുത്തിൽ താണിരിക്കുവാന് അങ്ങനെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ കർത്താവെ അങ്ങ് തരുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാന്, അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ അങ്ങനെ സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ. കർത്താവ് എന്ത് വന്നാലും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാന്, അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സമയം മുന്നോട്ട് പോകുന്നല്ലോ. പെട്ടെന്ന് ഞാൻ ഞങ്ങളുടെ പ്രവർത്തനത്തെ മാത്രം ഒന്ന് പരിചയപ്പെടുത്തി ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് പറഞ്ഞ് പെട്ടെന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾക്കൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ വചനം നമ്മുടെ മാതൃഭാഷയിൽ ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുന്നത്, ബൈബിൾ ഇല്ലാത്ത ഇന്ത്യയിലെ ഭാഷ ഒത്തിരി സമൂഹങ്ങളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഏകദേശം 80-ൽ പരം ഭാഷകളിൽ ഇപ്പോഴും ഈ പരിശുദ്ധ വചനത്തിന്റെ ഒരു വാക്കുകൾ പോലും ഇല്ല. ഹല്ലേലൂയ. നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള ഈ ആദിവാസി സമൂഹങ്ങള് അല്ലെങ്കിൽ മറ്റു ഭാഷാ
ഗ്രൂപ്പുകളെ ഓർത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? അതുകൊണ്ട് ശക്തമായി ഇന്ന് രാത്രി നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഈ ചെറിയ കൂട്ടത്തോട് ഞാൻ പറയുകയാണ്, IPC ബെഥൽ ചർച്ചിനോട് ഞാൻ ഒന്നുകൂടെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബൈബിൾ ഇല്ലാത്ത കർത്താവേ, എന്റെ മാതൃഭാഷയിൽ എനിക്ക് അങ്ങന്റെ ഈ കർത്താവിന്റെ എന്റെ ഹൃദയഭാഷയിൽ ദൈവവചനം തന്നിട്ടുണ്ടെങ്കിൽ അതില്ലാത്ത അനേക ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ അങ്ങനെ സഹായിക്കണം. ദൈവം ഇന്ത്യയിൽ എന്താണ് ചെയ്യുന്നത്? ഏകദേശം 130 കോടി ജനങ്ങളുള്ള ഇന്ത്യ, 2533 എത്നിക് ഗ്രൂപ്പ്സ് ഉള്ള ഇന്ത്യ, വംശീയ ഗ്രൂപ്പുകളുള്ള ഇന്ത്യ, 475 പരം ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യ. നോക്കി, നമ്മുടെ ഇന്ത്യയുടെ മാപ്പിനെ ഒന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഒത്തിരി വെള്ളപ്പാടുകൾ അവിടെ കാണുവാൻ കഴിയും, അല്ലെ? നോർത്ത് ഈസ്റ്റിലേക്ക് ഒന്ന് കണ്ണോടിച്ച് അവിടെയും ചില വെള്ളപ്പാടുകൾ കാണും. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഇരുടടഞ്ഞ് അന്ധകാരം നിറഞ്ഞ ഏറിയാണ്. എന്താണ് ഈ വെള്ളപ്പാടുകൾ? അവിടെയൊക്കെ ഏകദേശം കുറഞ്ഞത് 1000 ക്രിസ്ത്യ വിശ്വാസികൾ അവിടെ ഉണ്ട്. കർത്താവിന്റെ വചനം അവിടെ എത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ വെളിച്ചം അവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഏകദേശം 200 വർഷങ്ങൾ മാത്രമേ അത്രയും ആയുള്ളൂ ഈ പരിശുദ്ധ വചനം നമ്മുടെ മാതൃഭാഷയിൽ. ബെഞ്ചമിൻ ബെയ്ലി എന്ന കർത്താവിന്റെ ദാസനെ ഇന്ത്യയിലേക്ക് അയച്ച്, കേരളത്തിലേക്ക് അയച്ച് ഈ നമ്മുടെ മാതൃഭാഷയിൽ ബൈബിൾ തരുവാൻ ദൈവം ഇടയാക്കി. അല്ലെങ്കിൽ ഒരു വില്യം കേറിയെ ഇന്ത്യയിലേക്ക് അയച്ചു അനേക ഭാഷകളിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ അഭിഷിക്തനെ സഹായിച്ചു. ഇന്ന് രാത്രി എത്രയോ നന്മ, എത്രയോ അനുഗ്രഹമുള്ളവരാണ്. ഈ ദൈവവചനം നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ കേരളം ഇത്രത്തോളം വെളുത്ത പാടുകൾ കാണത്തില്ല. അവിടെ വെളിച്ചമില്ലായിരുന്നു. ഹാലലിയ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവചനത്തിലെ ഇരുളടഞ്ഞ ഇന്ത്യ ഓർത്ത്, നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, അങ്ങനെ മറ്റുള്ള ഭാഗങ്ങളെ ഓർത്ത്, നമ്മുടെ ഈ 3 പുറക്കിൽ നമ്മുടെ മാതൃരാജ്യത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവം ഇനിയും ഒരു ഫോറിൻ മിഷണറി, വിദേശ മിഷണറി വന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട സമർപ്പണമുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളെ അവിടെ അയച്ച് കർത്താവിന്റെ വചനം അവരുടെ കൈകളിലേക്ക് കൊടുത്ത് ജീവനും ചൈതന്യമുള്ളതായ പരിശുദ്ധമാനവരുടെ കൈകളിൽ എത്തി. ഹാലലുയ. അവര് പറയണം, യേശു കർത്താവ് മാത്രമാണ് എന്റെ രക്ഷകന്. എന്നെ നിത്യതയിലേക്ക് കരം പിടിച്ച് നടത്തുന്നത് മറ്റാർക്കും കഴിയത്തില്ല. ഹാലലി. ഈ ലോകത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനും സാധിക്കത്തില്ല, ഒരു മന്ത്രിക്കും സാധിക്കത്തില്ല എന്നെ നിത്യതയിലേക്ക് കരം പിടിച്ച് നടത്തുന്നത്. ഹാലലിയ. ഈ ദൈവവചനത്തിൽ കൂടി അവർ പറയണം, ആ യേശു കർത്താവിൽ ഉള്ള വിശ്വാസം, ഞാൻ രക്ഷകനായി ആ യേശുവിനെ വിശ്വസിക്കുമ്പോൾ രക്ഷകനായി സ്വീകരിക്കുവാൻ, ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് വരുവാൻ അങ്ങനെ സഹായിക്കണമെന്ന് ഇവരൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ വെളിച്ചമെത്തുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ഹാലലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം 28 മത്തായിയുടെ സുവിശേഷം 28:19, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻ. അതുകൊണ്ട് നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക. സുവിശേഷീകരണത്തിനും ശിഷ്യത്വത്തിനുമുള്ള ഏറ്റവും നല്ല ഉപകരണമാണ് നമ്മുടെ ഹൃദയ ഭാഷയിലുള്ള ദൈവവചനം. ഏറ്റവും അവരുമായി ഒരു കമ്മ്യൂണിറ്റിയിൽ പോയി, ഇപ്പോൾ കൊർത്തയിൽ വരുന്ന ദിവസങ്ങളിൽ പുതിയ നിയമം അല്ലെങ്കിൽ ദൈവവചനം അവിടെ കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും, കർത്താവേ, അങ്ങ് എത്ര വലിയവനാ. ദൈവത്തിന്റെ മഹത്വം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എങ്കിൽ അവരുടെ ഹൃദയ ഭാഷയിൽ അവരുടെ ദൈവവചനം അവർക്ക് മനസ്സിലാക്കുമ്പോൾ അവർക്ക് പറയുവാൻ കഴിയും, എന്റെ യേശുവാണ് എന്റെ രക്ഷകൻ. ഹാലലുയ. എനിക്ക് വേണ്ടി പാപമില്ലാത്ത യേശു എന്നെ തേടിയെത്തി ഈ കൊർത്തയിലുള്ള ഗ്രാമങ്ങളിലേക്ക്. ഞങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ് എന്റെ യേശുപ്പച്ചൻ വന്നതെന്ന് ഈ പരിശുദ്ധ വചനം അവരുടെ കൈകളിൽ കിട്ടുകയും അവരത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് പറയുവാൻ കഴിയും. ഭാഷകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിനുള്ള ഏറ്റവും മികച്ച ഉപകരണം എന്ന് പറഞ്ഞാൽ ഭാഷ എന്നതാണ്. ഹാലലിയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പല ഓർഗനൈസേഷൻസ് ഈ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു ചെറിയ പങ്ക് വഹിക്കുവാനും കഴിഞ്ഞ നാളുകളിൽ വിക്ലിഫ് ഇന്ത്യയെ ദൈവം സഹായിച്ചു. വിക്ലിഫ് ഇന്ത്യയുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ കാന്തയായ മണവാട്ടിയായ സഭയെ ദൈവവചനത്താൽ ഒരുക്കുക വഴി തന്റെ മടങ്ങി വരവിനെ ത്വരിതപ്പെടുത്തുകയാണ്. നമ്മൾക്കറിയാം, നമ്മുടെ കർത്താവ് ഏറ്റവും ഹാലലിയ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു. സംഭവങ്ങളൊക്കെ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാലലിയ. അതുകൊണ്ട് ദൈവവചനം ഇല്ലാത്ത ഇടങ്ങളിൽ അവിടെ ദൈവവചനം കൊടുത്ത ആ സഭകളെ ഹാലലിയ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏകദേശം 12 സംസ്ഥാനങ്ങളിൽ 26 സ്ഥലങ്ങളിൽ ആ കർത്താവിന്റെ വചനത്തിന്റെ വലിയ ഒരു പങ്കാളികളാകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കിയേ, ജാർഖണ്ഡിലുള്ള കൊർത്ത ഈ ഗ്രൂപ്പിലാണ് പ്രിയപ്പെട്ട വിൽസൺ ബ്രദറും ഷാജി മോൾ സിസ്റ്ററും അവരുടെ കുഞ്ഞുങ്ങളും വർക്ക് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹാലലുയ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചത് ഈ ബാഗഡി, ഞാൻ ഈ മൗസ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, രാജസ്ഥാനിലെ നോർത്ത് രാജസ്ഥാൻ, പാകിസ്ഥാന്റെ ഒക്കെ ക്ലോസ് ബോർഡറായ ബാഗഡിയിൽ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. അനേക സമർപ്പണമുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാര്, അവർക്കെല്ലാം നല്ല അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ട വിൽസൺ ബ്രദർ കട്ടപ്പന സ്വദേശിയാണ്, ബൈബിൾ കോളേജിൽ പഠിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ വചനമൊക്കെ പഠിച്ച് കേരളത്തിൽ തന്നെ ഒരു സഭാ ശുശ്രൂഷകനായി വേണേ ഒരുക്കാം. പക്ഷെങ്കിൽ ദൈവം കൊടുത്ത ദർശന പ്രകാരം കർത്താവിന്റെ ദാസനും ദാസിയും കുഞ്ഞുങ്ങളും ആ പുറത്തേക്ക് പോയി അവരുടെ ഇടയിൽ ചെന്ന് പാർത്ത് അവരോട് ഒരുമിച്ച് അവരുടെ സ്നേഹം പങ്കിട്ടുകൊണ്ട് ദൈവസ്നേഹം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ആ പ്രിയപ്പെട്ട മകനെ സഹായിച്ചു. ഞങ്ങൾക്ക് ഒരു പക്ഷെങ്കിലും ഞങ്ങൾക്കും ഇതൊക്കെ ചെയ്യുമായിരുന്ന ഹാലലിയ. എങ്കിലും ഞങ്ങളെ കർത്താവ് രാജസ്ഥാനിലേക്ക് കഴിഞ്ഞ നാളുകളിൽ അയച്ച
കർത്താവിന്റെ വേലയിൽ ഒരു പങ്കാളികളാകുവാൻ ദൈവം ഞങ്ങളെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഗ്രൂപ്പുകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കുവാനുള്ളത് കഴിഞ്ഞ നാളുകളിൽ ഏകദേശം 9 ഭാഷകളിൽ ഈ പുതിയ നിയമം പൂർത്തിയാക്കി സമർപ്പിക്കുവാന് അവരുടെ കൈകളിൽ കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ഒറീസയിലുള്ള ജുവാങ് എന്നൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണിത്. മുതലി ഗദബ ആന്ധ്രാപ്രദേശിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള അവർക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ നിയമം അവർ കൊടുക്കുവാൻ സാധിച്ചു. ബാഗഡി രാജസ്ഥാനിലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുള്ള അവർക്കും കർത്താവിന്റെ വചനം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം 28-ാം തീയതി കൊടുക്കുവാൻ സാധിച്ചു. ഛത്തീസ്ഗഡിലെ കൊഡാക്കു ഭാഷക്കാർക്ക് ദൈവവചനം കൊടുക്കുവാൻ സാധിച്ചു. ഗായ്ത കൊയ്ത്തോർ മഹാരാഷ്ട്രയിൽ അവിടെയും ദൈവവചനം കൊടുക്കുവാൻ പുതിയ നിയമം കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ഒറീസയിലുള്ള കിസാൻ ഭാഷാ ഗ്രൂപ്പിൽ കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സിർമോരി, ബഗേലി, കൊർവ, ഈ ഛത്തീസ്ഗഡ് അങ്ങനെയുള്ള ഭാഷകളിലും കർത്താവിന്റെ വചനം അവിടെ എത്തിക്കുവാൻ പരിശുദ്ധ വചനം പുതിയ നിയമം ഞങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിച്ചു. ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ പുതിയ ഭാഷകൾ ഇനിയും ഞങ്ങൾ 2020-21 ആരംഭിക്കുന്ന ഭാഷകൾ ഛത്തീസ്ഗഡിലെ 2 ഭാഷ മിർഗാൻ സമാരിയ എന്ന ഗ്രൂപ്പുകൾ, മഹാരാഷ്ട്രയിൽ കൈകടി വൈദ്യു എന്ന ഗ്രൂപ്പുകൾ, ഗുജറാത്തിലെ 4 ഭാഷാ സമൂഹങ്ങളെ പ്രത്യേകിച്ച് ഇവരെ ഓർത്ത് ഈ ഗ്രൂപ്പുകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ട്രൈബൽ ഗ്രൂപ്പുകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, സമർപ്പണമുള്ളവരെ ഇവരുടെ ഇടയിലേക്ക് അയച്ച് ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ വരുന്ന നാളുകളിൽ അവർ അറിയുവാന്, ദൈവത്തിന്റെ പരിശുദ്ധവൻ അവരുടെ കൈകളിലേക്ക് കൊടുക്കുവാന്, അവരൊക്കെയും കർത്താവിനെ മഹത്വപ്പെടുത്തണം. അവരൊക്കെ മുഴങ്കാൽ മടക്കി പറയണം, യേശു മാത്രമല്ലാതെ എനിക്ക് രക്ഷകൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് അവർ ദിവസങ്ങൾ പറയണം. ഇരുളടഞ്ഞ ഇന്ത്യയിൽ വെളിച്ചം ഉണ്ടാകുവാൻ എന്താണ് വേണ്ടത്? ഈ പരിശുദ്ധവൻ അവരുടെ കൈകളിലേക്ക് എത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവേ, എനിക്ക് വെളിച്ചം തന്ന ഈ പരിശുദ്ധ വചനം, എന്നോട് സംസാരിക്കുന്ന പരിശുദ്ധ വചനം, എന്റെ വേദനയിലും എന്റെ സുഖത്തിലും ദുഃഖത്തിലും എന്നോട് സംസാരിക്കുന്ന പരിശുദ്ധ വചനം അവരുടെ ഹല്ലേലൂയ കൈകളിലേക്ക് എത്തുവാന്, അവരൊക്കെ കർത്താവിനെ അറിയുവാന്, ദൈവകൃപയിലേക്ക് വരുവാൻ ഈ ദിവസങ്ങൾ നമ്മൾ ശക്തമായി അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങളുടെ ട്രാൻസ്ലേഷൻ നടക്കുന്ന ടീമുകളാണ്. എല്ലാ ഗ്രൂപ്പിനെയും ഞാൻ പെട്ടെന്ന് ഓടിച്ചു വിടുന്നു. ഓരോ ഇടങ്ങളിലും ഏകദേശം 12 സംസ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ സമർപ്പണമുള്ള സഹോദരി സഹോദരന്മാർ അവിടെ ആയിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനം അവിടെ കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഈ വിക്ലിഫ് ഇന്ത്യയുടെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കമ്മിറ്റ്മെന്റ് ഫോർ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പൂർണ്ണമായ രൂപാന്തരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ദൈവവചനം അവിടെ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇതോടെ എഴുത്തും വായനയില്ലാത്ത അനേക ആളുകളുണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും അവരുടെ ആരോഗ്യപരമായ മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലും അവിടെ ചെറിയ രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അവരുടെ ജീവിത സന്ധാരണത്തിനും ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ് പല കാര്യങ്ങൾ ചെയ്യുവാനും അതോടുകൂടി അവിടെയുള്ള സഭകളുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഇവാഞ്ചലിസം വർക്ക് സുവിശേഷ പ്രവർത്തനങ്ങളിലും ഇൻവോൾവ് ചെയ്യാൻ കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസൺ പറഞ്ഞല്ലോ, അവരൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു ചെറിയ പ്രവർത്തനം ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. അനേക ഇടങ്ങളിൽ അങ്ങനെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ചില കുഞ്ഞുങ്ങൾ, പാവം പിടിച്ച കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഒന്നുമില്ല, അവരെ ഞങ്ങൾക്ക് ലേണിംഗ് സെന്റേഴ്സ് പല ഗ്രൂപ്പുകളിൽ ഞങ്ങൾ ഈ പ്രൊജക്ടുകളിലൊക്കെ ചെറിയ രീതിയിൽ അവരെ കുഞ്ഞുങ്ങളെ ട്യൂഷൻസ് കൊടുത്ത് അവരുടെ പഠന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിച്ചു. ഇത് ഞങ്ങളുടെ ബാഗഡി, ഞങ്ങളുടെ രാജസ്ഥാനിലുള്ള ഗ്രൂപ്പാണ് ഈ താഴെ കാണുന്നത്. അതുപോലെ ഞങ്ങൾക്ക് അവർക്ക് വേണ്ട തയ്യൽ മെഷീനുകൾ പല ഗ്രാമങ്ങളിൽ കൊടുക്കുവാനും അതുപോലെ ഈ കോവിഡിന്റെ സമയത്തും മറ്റുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ചില ആരോഗ്യ കോവിഡ് കിറ്റുകൾ, ആഹാര അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള പുസ്തകങ്ങളെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുവാൻ, മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുവാനൊക്കെ ദൈവം സഹായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള പ്രവർത്തനത്തെ ഓർത്ത് ഞങ്ങളുടെ ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ. കർത്താവേ, ദൈവമേ, ഞങ്ങൾ ഇത് ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയുവാനല്ല, ഇതിൽ കൂടി അങ്ങയുടെ നാമം ഉയരണം, അങ്ങയുടെ രാജ്യം അവിടെ ഉണ്ടാകണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെ ഫാമിലിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്റെ വൈഫ് പ്രിയപ്പെട്ട ബീന, എന്റെ കുഞ്ഞുങ്ങൾ സാമ, എന്റെ മകൾ ഫേമ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഓരോ മിഷണറിമാരോട് ചോദിച്ചാലും പറയാൻ കഴിയും, പ്രാരംഭ ദിവസങ്ങളിൽ ഒത്തിരി വെല്ലുവിളികൾ കൂടി ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവിടെയുള്ള ക്ലൈമറ്റ് ബുദ്ധിമുട്ട്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ആരോഗ്യപരമായ ഒത്തിരി പ്രയാസം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വലുതായി. മോനിപ്പോൾ 12th, മോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. നമ്മുടെ വിൽസന്റെ കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒത്തിരി പ്രയാസങ്ങൾ, വേദനകളും പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടായി. അവിടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഐഡന്റിറ്റി ക്രൈസിസ്, ഞങ്ങൾക്ക് ചില ഗ്രാമങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള ക്ലോസ് ബോർഡർ ഉണ്ട്. അവർ ഞങ്ങളെ കാണുന്നത് വളരെ സംശയാലുക്കളാണ്. ഞങ്ങൾ എന്തോ ടെററിസ്റ്റ് ആണോ അല്ലെങ്കിൽ എന്തോ വേറെ കാര്യത്തിനൊക്കെ വന്നാണോ, പല ചോദ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവിടെയുള്ള പ്രയാസങ്ങൾ, കമ്മ്യൂണിറ്റിയിൽ ഒരു അംഗീകാരം ഞങ്ങൾക്ക് ലഭിച്ചില്ല. തുടക്കത്തിൽ ഞങ്ങൾക്കൊരു ലോൺലെസ് ഏകാന്തമായ അനുഭവം, ഇത്രയും പ്രാർത്ഥനാ സഹകാര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ പിന്തുണയുടെ അഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാനുണ്ടായ പ്രശ്നങ്ങൾ, ഭാഷയുടെ തടസ്സങ്ങൾ. തുടക്കത്തിൽ ഞങ്ങൾക്ക് ഭാഷ അറിയാതെ എങ്ങനെ അവരുമായിട്ട് സംസാരിക്കും, അങ്ങനെ ഒത്തിരി ഞങ്ങളുടെ ഓരോ വിൽസൺ ബ്രദറിനോട് സമയമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം വിവരിക്കാൻ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ഓരോ മിഷണറിമാർക്കും തുടക്കത്തിൽ
തരത്തിലുള്ള ഇതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അതിന്റെയൊക്കെ മാറ്റത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ. 2008 2007 ഞങ്ങൾക്ക് ഈ പ്രവർത്തനവുമായി തുടക്കം കൊടുക്കുവാൻ സാധിച്ചു. 2008 എനിക്കും എന്റെ കുടുംബത്തിനോടെ കടന്നു പോകാൻ സാധിച്ചു. ഞങ്ങൾക്ക് പറയുവാൻ കഴിയും, കഴിഞ്ഞ വർഷം ഹല്ലേലൂയ സെപ്റ്റംബർ മാസം 28-ാം തീയതി കർത്താവിന്റെ ആ വലിയ കൃപകൾ കൊണ്ട്, ഞങ്ങളുടെ കഴിവുകളല്ല, മിടുക്കുകളല്ല, അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ സപ്പോർട്ട്, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, പരിശുദ്ധ വചനം, ഹല്ലേലൂയ പുതിയ നിയമം അവർക്ക് അവിടെ കൊടുക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി നല്ല റെസ്പോൺസ് ഞങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു സഹോദരൻ അവിടെ പറഞ്ഞ് ഇങ്ങനെയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ബാഗടി കമ്മ്യൂണിറ്റിയോടും ഞങ്ങളെയും യേശു കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ വചനം അവരുടെ കൈകളിലേക്ക് എത്തി, അവരത് കേട്ടു, അവരത് സന്തോഷിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പ് നിലാക്കുന്ന ആർക്കും എണ്ണി തീർക്കുവാൻ കഴിയാത്ത വെള്ള നിലയെങ്കി ധരിച്ചും കൈകളിൽ കുരുത്തോലകൾ പിടിച്ചുമുള്ള ഒരു മഹാപുരുഷാരത്തെ കണ്ടു. ഞാൻ വിശ്വസിക്കുന്നു, വരുന്ന നാളുകളിൽ ബാഗടി സമൂഹത്തിൽ നിന്നും ഈ കൊർത്ത സമൂഹത്തിൽ നിന്നും അതുപോലെയുള്ള ഞങ്ങളുടെ ഇങ്ങനെയുള്ള പ്രവർത്തനം ഓരോ ഗ്രാമങ്ങളിൽ നിന്നും അനേകര് ഹല്ലേലൂയ ഈ അനുഭവത്തിലേക്ക് ഒരു സുദിനം വരികയാണ്. അവിടെ എല്ലാ ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നുമുള്ള അനേക ആളുകൾ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവമുടെയാക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് അപ്രതീക്ഷിതമായി ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ 2016 മുതൽ അൺഎക്സ്പെക്ടഡ് ആയ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായി. എന്റെ വൈഫിന്, ചിലർക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം, നിങ്ങൾ അത് കേട്ട് കാണും, ചിലർ അറിയാമായിരിക്കും. എന്റെ വൈഫ് ബീന, എന്റെ വൈഫിന് ഒവേറിയൻ ക്യാൻസർ ആയിട്ട് 2 ഓവറിയിലും ക്യാൻസർ ആയി. ഞങ്ങൾക്ക് പെട്ടെന്ന് ഹല്ലേലൂയ വളരെ ബുദ്ധിമുട്ട്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിപ്പോയി. ഏകദേശം അഡ്വാൻസ് സ്റ്റേജ് 3-4 അടുത്ത് വന്നു. ഞങ്ങൾ വെല്ലൂർ വന്നു. ഡോക്ടർമാർ പറഞ്ഞു മുന്നോട്ട് ഇനിയും വലിയ ഒരു ഹോപ്പ് ഇല്ല. എങ്കിലും അവരെ ഓപ്പറേഷൻ കഴിഞ്ഞു. 2 ഓവറിയും യൂട്രസും റിമൂവ് ചെയ്തു. എങ്കിലും അവർ കംപ്ലീറ്റ് അത് ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും ഡോക്ടർമാർ പറഞ്ഞു 6 കീമോതെറാപ്പി ചെയ്യണമെന്ന്. 6 കീമോതെറാപ്പി ചെയ്തു. അനേക ആളുകൾ പ്രാർത്ഥിച്ചു. അനേകരുടെ പ്രാർത്ഥന മധ്യത്തിൽ മുഖാന്തരം 4 വർഷം കൂടെ എന്റെ വൈഫിനെ ആയുസ് എന്റെ പ്രിയപ്പെട്ടവൾക്ക് നീട്ടിക്കൊടുത്തു. എന്റെ വൈഫിന് ഒരു ആഗ്രഹമുള്ളായിരുന്നു, ദൈവമേ 2008 ഞങ്ങൾക്ക് കുടുംബമായി അവിടെ പോയി ഒത്തിരി പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും കൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. ഒറ്റയൊരു ആഗ്രഹമുള്ളായിരുന്നു, ദൈവമേ എനിക്ക് ആയുസ്സും ആരോഗ്യം തരുന്നുണ്ടെങ്കിൽ ഈ പുതിയ നിയമം അവിടെ കൈകളിലേക്ക് കൊടുക്കുവാൻ എനിക്ക് സഹായിക്കണമെന്ന്. എന്നോട് കഴിഞ്ഞ വർഷം ഒത്തിരി പ്രയാസങ്ങൾ കൂടി കടന്നു പോയപ്പോഴും ബീന പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് അവിടെ പോകണം, ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് അവിടെ പാടണം. ഞങ്ങൾ പോകുന്നതിന് മുമ്പ്, കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത്, എന്റെ മോനെ കീബോർഡ് പഠിച്ചു, അവൻ വായിക്കുന്നു, ഞങ്ങളത് പ്രാക്ടീസ് ചെയ്തു. അന്നൊക്കെ ബീനയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോയി ആ കമ്മ്യൂണിറ്റിയിൽ ആ വേദവചനം 2000 ബൈബിൾ അവിടെ കൊടുക്കുവാൻ, ആ ഡെഡിക്കേഷനിൽ സംബന്ധിക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി ഫ്ലൈറ്റിൽ തിരിച്ചു വന്നു. വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. തിരിച്ചു വന്ന് അതിനോട് ശേഷം വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോയി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് എന്റെ പ്രിയപ്പെട്ടവളെ കുറച്ച് നാളുകൾ കൂടി അങ്ങ് ആയുസ്സും ആരോഗ്യം എനിക്ക് തരണം. പക്ഷെങ്കില് ദൈവത്തിന്റെ ഉദ്ദേശം വേറെ ഒന്നായിരുന്നു. പ്രിയപ്പെട്ട ദൈവങ്ങളെ, ഈ 2020 ജാനുവരി മാസം 23-ാം തീയതി ഹല്ലേലൂയ പ്രിയപ്പെട്ടവളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. എനിക്ക് ഒരു മാനസികമായ പ്രയാസങ്ങളുണ്ട്, വേദനയുണ്ട്, എങ്കിലും എനിക്കൊരു വിശ്വാസമുണ്ട്, ഒരു സുദിനം എനിക്ക് എന്റെ പ്രിയപ്പെട്ടവളെ വീണ്ടും കാണാം, എന്റെ കുഞ്ഞുങ്ങളെ വീണ്ടും കാണാം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവബദലെ, നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്ടഡ് ആയ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട, പിറുപിറുക്കണ്ട. അതിന്റെ മധ്യത്തിലും കർത്താവ് നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ പ്രവർത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കൂടി അവിടെ ദൈവം ചെയ്ത പ്രവൃത്തി, ഹല്ലേലൂയ, ദൈവം ഈ ദിവസങ്ങൾ ആ പ്രവൃത്തി പൂർത്തീകരിച്ച് അനേക ആളുകളെ ആ ഗ്രാമങ്ങളിൽ നിന്നും ഹല്ലേലൂയ ദൈവകൃപയിലേക്ക് ദൈവം ആനയിക്കുവാൻ പോവുകയാണ്. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ പഴയ നിയമത്തിന്റെ പ്രവർത്തനവും ആരംഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പഴയ നിയമം അവർക്ക് സങ്കീർത്തനവും സദൃശ്യവാക്യങ്ങളും ആദ്യം ഞങ്ങൾ കൊടുത്തതിന് ശേഷം വീണ്ടും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. മുമ്പേ കാണിച്ച മാപ്പില് നമ്മൾക്കറിയാം, പരിശുദ്ധ വചനം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ, നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുന്ന വചനമാണ്. ദൈവമേ, അങ്ങയുടെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇരുളടഞ്ഞ ഈ മേഖലകളിൽ കൊർത്ത ഗ്രൂപ്പിൽ നിന്നും, ഹല്ലേലൂയ, ബാഗടി ഗ്രൂപ്പിൽ നിന്നും, അല്ലെങ്കിൽ കൊടാക്കുവിൽ നിന്നും, അല്ലെങ്കിൽ കൊറവയിൽ നിന്നും, അങ്ങനെയുള്ള മറ്റ് അനേക ഭാഷാ ഗ്രൂപ്പിൽ നിന്നും അവരൊക്കെ പറയണം, കർത്താവേ, അവർക്ക് ഈ ദൈവം നമ്മുടെ കൈകളിൽ കിട്ടി. അവർ പറയണം, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ വചനം എന്റെ കാലിന് ദീപമാണ്. ദൈവമേ, അങ്ങയുടെ വചനം എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരെ വിശ്വസിക്കുന്നുണ്ട്, ഈ വരുന്ന ദിവസങ്ങൾ നമ്മുടെ തലമുറയിൽ തന്നെ ഈ ഇരുളടഞ്ഞ മേഖലകളിൽ ഒരു വലിയ ഉണർവ് ദൈവം ഒരുക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കും? ഞാൻ വിശ്വസിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ കർത്താവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി എന്റെ മാതൃരാജ്യത്തിൽ അങ്ങ് ചെയ്തെടുക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേട്ട ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നിങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, കർത്താവേ, എനിക്ക് പോകുവാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവിന്റെ ദൗത്യമായി പോയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീര് പൊഴിക്കുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, ദൈവവചനം ഇനിയും ലഭിച്ചിട്ടില്ലാത്ത ഭാഷയിലേക്ക് സമർപ്പണമുള്ളവരെ ഇനിയും കർത്താവ് എത്രയും പെട്ടെന്ന് അയക്കണം. ഹല്ലേലൂയ. എന്റെ ഹൃദയഭാഷയിൽ എന്നോട് സംസാരിക്കുന്ന വചനം അത് ലഭ്യമല്ല
ക്രൈസ്തവമല്ലാത്ത മറ്റു സമൂഹങ്ങളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ശക്തമായി മുഴങ്കാലിൽ ഇടിവിൽ നിന്ന് കരയുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങനെയും എന്റെ കുടുംബത്തെയും എന്റെ സഭയെയും ഒരുക്കണമേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ദൈവരാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമുക്ക് തരുന്ന ആയുസ്സും ആരോഗ്യം, കർത്താവെ എന്റെ ദൈവം എനിക്ക് തരുന്ന ഏറ്റവും ബെസ്റ്റ് കർത്താവിന് വേണ്ടി തരുവാന്, എന്റെ ആയുസ്സാണെങ്കിൽ ഞാൻ അത് കർത്താവിന് വേണ്ടി തരുവാന്, എന്റെ ആരോഗ്യമാണെങ്കിൽ അത് കർത്താവിന് വേണ്ടി തരുവാന്, എന്റെ നന്മകളാണെങ്കിൽ കർത്താവിന് വേണ്ടി തരുവാന്. ഹല്ലേലൂയ, എന്നെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാ മാസവും ഹല്ലേലൂയ ആ ചെയ്യുന്ന വലിയ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ഞങ്ങളുടെ CEO ബ്രദർ സാമിനോട് പറഞ്ഞു, പക്ഷേ നെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. മലപ്പുറത്താണ് അദ്ദേഹം അവിടെ എന്നോട് പറഞ്ഞു ഇന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് നിങ്ങളുടെ ആ കർത്താവിന്റെ ദാസന്മാരെയും പ്രത്യേകിച്ച് കമ്മിറ്റി മെമ്പേഴ്സ്, എനിക്കറിയത്തില്ല വർഗീസ് അങ്കിളാണോ ഇപ്പോഴത്തെ സെക്രട്ടറി, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന വലിയ ശുശ്രൂഷ ദൈവം നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ, സ്വർഗത്തിൽ അതിന് വലിയൊരു പ്രതിഫലം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ശക്തമായി കൊർത്ത ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട ബിൽസൺ ബ്രദറിനെയും കുടുംബത്തെ ഷാജിമോളിനെയും കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ്. വരുന്ന നാളുകളിൽ കർത്താവിന്റെ സ്നേഹത്താൽ അവർ നിറയപ്പെട്ട് അനേകര് ഹല്ലേലൂയ കൊർത്ത ഗ്രൂപ്പിൽ നിന്ന് കർത്താവിന്റെ കൃപയിലേക്ക് വരുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്ക് പ്രവർത്തിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഞങ്ങളുടെ പേരോ പെരുമയോ അല്ല, വിക്ലിഫ് ഇന്ത്യയുടെ പേരല്ല, IPC ബദലിന്റെ പേരല്ല. കർത്താവേ, അങ്ങയുടെ നാമം ഈ ദിവസങ്ങളിൽ ഓരോ കമ്മ്യൂണിറ്റിയിലും വരുവാൻ, അങ്ങയുടെ രാജ്യം അവിടെ ഉടലെടുക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന ബുധനാഴ്ച വിക്ലിഫിന്റെ ഒരു പ്രാർത്ഥനാ ദിനമാണ്. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് സൂം ID കൊടുത്ത് അയക്കാം. സാവകാശമുള്ളവര് 9:30 മുതൽ 12 വരെ ഡോക്ടർ ബ്ലസൻ മേമനയുടെ പാട്ടുകളുണ്ട്. പാസ്റ്റർ ജോ തോമസ് വർഗീസ് അദ്ദേഹം മെസ്സേജ് കൊടുക്കുന്നു. ബാക്കിയുള്ള സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമുള്ളവരൊക്കെയും അതിനകത്ത് പങ്കെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ പാസ്റ്ററിന് അത് ലിങ്ക് അടുത്ത ദിവസം ഞാൻ നാളെ തന്നെ അയക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്രയും സമയം തന്ന ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമയം തന്ന ആ വിലയേറിയ സമയത്തിനും നിങ്ങളുടെ എല്ലാ നല്ല മനസ്സിനും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനോടും ദാസിയോടും കുടുംബത്തോടും സഭകൾക്കുള്ള എല്ലാവരോടും നന്ദി ഞാൻ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.